എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം മകരക്കൂർ. മകരക്കൂറിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അതായത് 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലം, അത് മകരക്കൂറിന്റെ ഫലം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്രമുക്കാല്, തിരുവോണം, അവിട്ടം വര. ഉത്രമുക്കാല്, തിരുവോണം, അവിട്ടം വര, ഇത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്കിപ്പോൾ വേഴം എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നോക്കാം. ശനി എവിടെയാണ് നിൽക്കുന്നത്, രാഹു എവിടെയാണ് നിൽക്കുന്നത് എന്ന് നോക്കണം. എന്നിട്ടാണ് അതിനനുസരിച്ചുള്ള ഫലം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വേഴം 7ഉം 8ഉം ഭാവങ്ങളിലും, ശനി 3ഉം 4ഉം ഭാവങ്ങളിലും, രാഹു 2ഉം ലഗ്നത്തിലും ഭാവങ്ങളിലുമാണ് ഈ സമയത്ത്, ഈ പുതുവർഷത്തിൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച്, അതായത് ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെ സംബന്ധിച്ച് ഈ പുതുവർഷം പൊതുവെ ഗുണം കിട്ടുന്ന ഒരു വർഷമാണ്. വാക്കുകൊണ്ടും സാമർഥ്യം കൊണ്ടും ഇവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് പുതുവർഷം. ധനലാഭം ഉണ്ടാകുന്ന വർഷം, ധനം കിട്ടും, ഭാര്യാസുഖം കിട്ടുന്ന ഒരു വർഷമാണ്. ഭാര്യയായിട്ട് നല്ല വിധത്തിൽ ജീവിച്ചു പോകാനും അവരിൽ നിന്ന് സഹായങ്ങളും മറ്റ് സൗകര്യങ്ങളെല്ലാം കിട്ടാവുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. നാൽക്കാലി ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് നാൽക്കാലി വളർത്തുമൃഗങ്ങൾ, നാൽക്കാലികളായ വളർത്തുമൃഗങ്ങളെ കിട്ടാനൊക്കെ അവസരം വരുന്നതാണ് ഈ വർഷം. അഭീഷ്ടസിദ്ധി ഉണ്ടാവും. ഇവര് വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും, അതാണ് അഭീഷ്ടസിദ്ധി, വിചാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും നേടാനും ഇവർക്ക് കഴിയും. അതോടൊപ്പം തന്നെ ചില ക്ലേശങ്ങളും ഇവർക്ക് ഈ വർഷം വന്നു ചേരുന്നതാണ്. പൊതുവെ ഗുണം ആണെങ്കിലും ചില ക്ലേശങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. എന്താണ്? കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച്. കലഹം, അഗ്നി ഭയം ഉണ്ടാകാം. അഗ്നിഭയം, ശത്രുക്കളെ കൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടാകാം. ഇതെല്ലാം ഈ പുതുവർഷത്തിൽ വരാനും സാധ്യതയുണ്ട്. ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച്. ധനമുണ്ടാകും, അതേപോലെ തന്നെ ധാന്യ സമൃദ്ധിയും ഉണ്ടാകുന്ന, അതായത് നല്ല ഭക്ഷണം, നല്ല വിധത്തിലുള്ള ജീവിത സൗകര്യങ്ങൾ, അതാണ് ധനധാന്യ സമൃദ്ധി എന്ന് പറഞ്ഞത്. അപ്പൊ അതെല്ലാം ഇവർക്ക് കിട്ടാവുന്ന ഒരു വർഷമാണ്. കർമ്മകാര്യസിദ്ധി ഉണ്ടാകും. അതായത് കർമ്മകാര്യസിദ്ധി എന്ന് പറഞ്ഞാൽ കർമ്മത്തിൽ കൂടി ഇവർക്ക് പല കാര്യങ്ങളും സിദ്ധിക്കുന്ന സമയം, അതാണ് കർമ്മകാര്യസിദ്ധി. അതായത് പ്രവർത്തികളിൽ ഇവർക്ക് വിജയം ഉണ്ടാകും എന്നർത്ഥം. മേലാധികാരികൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച്. ഇവരുടെ ജോലിയുടെ മുകളിലിരിക്കുന്ന മേലാധികാരികൾ തമ്മിൽ, മേലാധികാരികൾ വഴി ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. ഉദര രോഗങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഉദര രോഗങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ ചില അഭിപ്രായ ഭിന്നതയും ഉണ്ടാകാം, കുടുംബ സംബന്ധമായി ചില കാര്യങ്ങളിൽ. ആരോഗ്യ കാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതായത് ഉദര സംബന്ധമായ അസുഖം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. പലവിധ മാർഗങ്ങളിലൂടെ ഇവർക്ക് ധനനേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന വർഷമാണ്. പല മാർഗങ്ങളിലൂടെ ആയിരിക്കും ഇവർക്ക് കാശ് വരുന്നത്. വിശ്വസ്തരായ സുഹൃത്തുക്കളിലൂടെയും ബന്ധുജനങ്ങളുടെയും സഹായം കിട്ടാനും ഇവർക്ക് ഇടവരും. അതായത് വിശ്വസ്തരായ സുഹൃത്തുക്കൾ വഴിയും അതോടൊപ്പം തന്നെ ബന്ധുജനങ്ങൾ വഴിയും ഇവർക്ക് സഹായങ്ങൾ കിട്ടാനിടവരും. കൂടാതെ തിടുക്കപ്പെട്ടിട്ടുള്ള വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് വിവാഹം നടക്കാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. നേത്രരോഗത്തിന് സാധ്യത കാണുന്നുണ്ട് ഇവരെ സംബന്ധിച്ച്. നേത്രരോഗം, അപ്പൊ ഉദരരോഗം, നേത്രരോഗം, ഇതെല്ലാം പിടിപെടാൻ
സാധ്യതയുണ്ട് ഈ വർഷത്തിൽ. മനസ്സിന് സന്തോഷം കിട്ടുന്ന വിനോദങ്ങളിൽ ഇവർ ഏർപ്പെടും. പല വിധത്തിലുള്ള വിനോദങ്ങൾ ഉണ്ടാവും. അതിൽ ഇവർക്ക് മനസ്സന്തോഷം കിട്ടുന്ന വിനോദങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് ഇടവരുന്നതാണ്. ഉന്നതമായ സ്ഥാനലബ്ധി കിട്ടുന്ന ഒരു വർഷമാണ് ഇവർക്ക്. ഉന്നതമായ, അതായത് ഇവർക്ക് എത്താവുന്ന അടുത്തോളം ഉള്ള ഒരു സ്ഥാനം, ആ സ്ഥാനത്ത് ഇവർക്ക് എത്താൻ കഴിയുന്ന ഒരു വർഷമാണ്. അങ്ങനെ പല വിധത്തിൽ ഇവരെ സംബന്ധിച്ച് മകരക്കൂറുകാരായ ഉത്രം, മുക്കാല്, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് കൂടുതലും ഗുണാനുഭവം കിട്ടുന്ന ഒരു സമയമാണ്. അതോടൊപ്പം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇവർക്ക് ഈ വർഷം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ കമന്റുകൾ രേഖപ്പെടുത്തണമെന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.